കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം. 146 സങ്കീർത്തനം 3 വാക്യം. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവം ഇന്ന് വ്യക്തമായ ഒരു ദർശനം നൽകുകയാണ്. ഈ വചനത്തിൽ കൂടി ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ചില പ്രയാസമേറിയ ഘട്ടങ്ങളിൽ കൂടി ആയിരിക്കാം നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത വിഷമമേറിയ ഘട്ടത്തിൽ കൂടിയായിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ദൈവത്തിലാണെങ്കിൽ ആരും അറിയാതെ നിങ്ങൾ മറ്റുള്ളവരിൽ ആശ്രയം വെക്കാൻ പോവുകയില്ല. മറ്റുള്ള ജീവനുള്ളവരിലോ ജീവനില്ലാത്തവരിലോ നിങ്ങൾ സഹായം ചോദിക്കാൻ പോവുകയില്ല. ഒന്നിനെ നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല. നമുക്ക് വിശ്വസിക്കാവുന്നതും ആശ്രയിക്കാവുന്നതും യേശു കർത്താവിൽ മാത്രമാണ്. ഒരു പ്രഭുക്കന്മാർക്കും നമ്മുടെ പ്രയാസത്തിൽ നമ്മെ പൂർണ്ണമായി സഹായിക്കാൻ കഴിയുകയില്ല. ഒരു മനുഷ്യനും നമ്മളെ സഹായിക്കാൻ കഴിയില്ല. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ വിശ്വാസിയാണെന്ന് പറയുമ്പോൾ പോലും നിങ്ങൾ നിങ്ങളുടെ പ്രയാസമേറിയ ഘട്ടത്തിൽ യേശുവിനെ വിട്ട് മറ്റ് സഹായങ്ങൾ തേടി പോയിട്ടില്ലേ? അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ നിലവിളിച്ച് ഏറ്റുപറഞ്ഞ് ആ പാപം ഉപേക്ഷിച്ച് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം നൽകുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിൽ ആശ്രയിക്കുക. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, പ്രഭുക്കന്മാരിലും മറ്റുള്ളവരിലും ഒക്കെ ആശ്രയിച്ച് ജീവനില്ലാത്തവയിലും ജീവനുള്ളവരിലും ഒക്കെയും മനുഷ്യരിലും ഒക്കെയും ആശ്രയിച്ചു പോയ തെറ്റുകൾ നിന്റെ മക്കളോട് ക്ഷമിക്കണമേ. അവർക്ക് അങ്ങയിൽ നേരെ ആശ്രയിപ്പാൻ കൃപ നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം.